ഹലോ ഗായ്സ്, ഫണ്ട 2.0 പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗായ്സ്, അപ്പോൾ കുറേ നാളായി ഹംദാനെ വീഡിയോയിലേക്ക് കൊണ്ടുവന്നിട്ടല്ല, അവൻ വരാത്തതാണ്, കൊണ്ടുവരാത്തതല്ല. അപ്പോൾ അവൻ്റെ ഫാൻസ്, ഓഡിയൻസ്, സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഹംദാൻ വീഡിയോസ് ഇല്ലാത്തത്. അപ്പോൾ അതിനുള്ള മറുപടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. താല്പര്യമില്ല വരാനായിട്ട്, അത് തന്നെയാണ്. എല്ലാവരുടെ അഭ്യർത്ഥന പ്രകാരം നമ്മൾ ഹംദാൻ എന്ന കിണയെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഹംദാൻ വണ്ടിയെടുത്ത കാര്യം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. ഒലെ S1 Pro Gen 3 ആണ്. അപ്പോൾ അതിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയാണ്, അവൻ ഓട്ടിച്ചിട്ട് എങ്ങനെയുണ്ട് വണ്ടി എന്ന് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ നല്ല വശവും ചീത്തവശവും ഹംദാൻ പറഞ്ഞ് മനസ്സിലാക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് റിവ്യൂയിലോട്ട് കടക്കാം. അപ്പോൾ നമുക്ക് വണ്ടിയുടെ നല്ല വശം പറഞ്ഞു തുടങ്ങിക്കോ. വണ്ടിയുടെ ഏറ്റവും നല്ല വശം, വണ്ടി ഓട്ടിക്കാൻ നല്ല സുഖമാണ്. കറക്റ്റാണ്. പിന്നെ ഇതിൻ്റെ റേഞ്ച്, എക്കോയിൽ 200 കിട്ടും, നോർമലിൽ 165, സ്പോർട്സിൽ 135, ഹൈപ്പറുണ്ട്, ഹൈപ്പറിൽ 110 അത് ഇത് കിട്ടും. റേഞ്ച് ഒക്കെ ഇപ്പൊ ആദ്യമൊക്കെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. 3500 സംതിങ് കിലോമീറ്റർ ഞാൻ ഓടിയിട്ടുണ്ട്. 2 മാസം ആയതേ ഉള്ളൂ. അത്ര നല്ല ഓട്ടോ ഉണ്ടല്ലേ. പിന്നെ ഞാൻ ഇവിടെ നിന്ന് ബാലരാമപുരത്തോട്ട് പോകും, ബാലരാമപുരത്ത് ഉമ്മായി വിളിച്ചോണ്ട് ഇങ്ങോട്ട് വരും. അങ്ങനെ ഒരു ഓട്ടം മൊത്തത്തിൽ ചെയ്തോണ്ട് ഓട്ടിക്കാനൊക്കെ നല്ല സുഖമാണ്. നമുക്ക് പെട്ടെന്ന് എടുത്തുകൊണ്ടൊക്കെ പോയി അത്യാവശ്യത്തിനൊക്കെ എടുത്തോണ്ട് പോകാനൊക്കെ നല്ല ഇതാണ്, പേടിക്കൊന്നും വേണ്ട. അടുത്തത് വണ്ടിയുടെ ലുക്ക് അല്ലേ. സൂപ്പറാണ്. ബാക്കി മോഡൽസിനെ അപേക്ഷിച്ച് ഈ മോഡലിന് നല്ല ലുക്കാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ S1 X Gen 3 പരിചയപ്പെടും അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വണ്ടി കിടിലം, കാണാനൊക്കെ അമ്മമാർക്കുള്ളതായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതാണ് ഇതിന്റെ രണ്ടാമത്തെ നല്ല വശം. പിന്നെ ലൈറ്റും കാര്യങ്ങളും, ഇത് പാർട്ടി ലൈറ്റ് ഒക്കെ പാർട്ടി ലൈറ്റ് എന്തിനാണെന്ന് പറഞ്ഞു. പിന്നെ ബ്ലൂടൂത്തിൽ നമുക്ക് പാട്ട് കേൾക്കാൻ പറ്റും, അത് നല്ല വശമാണ്. പിന്നെ നമുക്ക് മിററിൽ കൂടെ ഇതൊക്കെ കാണാം. ഇതൊക്കെ ഉള്ളൂ ഇതിന്റെ നല്ല വശം. വെറുതെ പറഞ്ഞ കുറെ ഉണ്ട് നല്ല വശങ്ങൾ. ഇനി അടുത്ത ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേയിൽ നല്ലത് പറയാനായിട്ട് അതിന്റെ മാപ്പാണ്. നമുക്ക് മാപ്പും കാര്യങ്ങളൊക്കെ നോക്കി സ്റ്റാറ്റ്സ് ഒക്കെ നോക്കാൻ പറ്റും. ടച്ച് സ്ക്രീൻ ആണ് വണ്ടി. ഇതാണ് ഇതിന്റെ ഇന്റർഫേസ്. ഇത് സ്പീഡ് കാണിക്കുന്നത്, പിന്നെ ഇത് എത്ര കിലോമീറ്റർ ആയെന്നുള്ളത് കാണിക്കണം. പിന്നെ നമ്മൾക്ക് അതെങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് എത്ര ദൂരം ഓടി എന്നുള്ളത്, പിന്നെ ടോർക്ക്, പവർ, ഇങ്ങനെ ഓരോന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് എത്ര ചെയ്തെന്നുള്ളത്, എത്ര രൂപ സേവ് ചെയ്തെന്നുള്ളത്, അതായത് പെട്രോളിലാണ് ഉപയോഗിക്കണമെങ്കിൽ എത്ര രൂപ സേവ് ചെയ്തെന്ന് എൻ്റെ ഇത്രയും ഓട്ടം കണക്കാക്കിയിട്ടുള്ളത് പറയും. പിന്നെ വെതർ, പിന്നെ ക്രിക്കറ്റ് മാച്ച്, അത് വൈഫൈ കണക്ട് ചെയ്താലേ വരുള്ളൂ. അങ്ങനെ കുറേ ഫീച്ചറുകൾ ഇതിൻ്റെ അകത്തുണ്ട്. നമുക്കിത് ഇഷ്ടമുള്ളതാണൊക്കെ ഇടാം. അപ്പോൾ മാപ്പിന് പ്രശ്നങ്ങളുണ്ട്. അപ്പം അത് നമ്മൾ വഴിയെ പറയാം. പിന്നെ അടുത്ത പറയാനുള്ളത് ബൂട്ട് സ്പേസ് ആണ്. ആവശ്യത്തിലധികം സ്പേസ് ഉണ്ട് ബൂട്ട് സ്പേസ് ആയിട്ട്, അല്ലേ. 2 ഹെൽമെറ്റ് സുഖമായിട്ടിരിക്കും. കുറെ സാധനം ചാർജറൊക്കെ ഇട്ട് ഇതൊക്കെ കൊണ്ടുവന്ന് പോകണം. പല്ലിയുണ്ടാവുക. പിന്നെ ഇതിൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൽ കുറെ ബട്ടൺസുകളെ കുറിച്ചാണ്. അതായത് മോഡ് മാറ്റാനുള്ള ബട്ടൺ, പിന്നെ ക്രൂസ് കൺട്രോൾ ഉണ്ട്, പിന്നെ ഹിൽ ഹോൾഡ് ഉണ്ട്. ക്രൂസ് കൺട്രോൾ, ഹിൽ ഹോൾഡ് ഒരു നല്ല ഓപ്ഷനാണ്. കാരണം നമുക്ക് തേരിയിലൊക്കെ കൊണ്ട് വണ്ടി ബ്രേക്ക് പിടിച്ച് നിർത്തണ്ട, മീൻസ് നമ്മൾ പിടിച്ചോണ്ടിരിക്കേണ്ട. 3 സെക്കൻഡ് പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ നിൽക്കും. പക്ഷെ ഓവർ വെയിറ്റ് ആണെങ്കിൽ ഹിൽ ഹോൾഡ് ലൂസ് ആവും. അത് പിന്നെ പറഞ്ഞുതരാം. അപ്പൊ പിന്നെ ക്രൂസ് കൺട്രോൾ ടോപ്പ് സ്പീഡിലെ ഏത് മോഡിനും ടോപ്പ് സ്പീഡ് തൊട്ടേ വർക്ക് ആവുള്ളൂ. അതെങ്കിൽ ഒരു 20 കിലോമീറ്ററിലൊന്നും ക്രൂസ് കൺട്രോൾ വർക്ക് ആവില്ല. ഒരു 30 കയറി കഴിഞ്ഞാൽ ക്രൂസ് കൺട്രോൾ വർക്ക് ആവുള്ളൂ. പിന്നെ ഇതിൽ പോണ വഴിക്ക് നമുക്ക് പാട്ട് കാണണമെങ്കിൽ പ്ലേ ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്. പിന്നെ വോളിയം കുറയ്ക്കാനുള്ള ബട്ടൺ ഉണ്ട്, കൂട്ടാനുള്ള ബട്ടൺ ഉണ്ട്. അതൊക്കെ തന്നെ ഇല്ല മെയിൻ. പിന്നെ ഹോണ്, ഇൻഡിക്കേറ്റർ, ലൈറ്റ്, ഇത്ര തന്നെയാണ് ഇതിലെ ബട്ടൺസ്. മൊബൈൽ വെക്കാനായിട്ട് 2. പക്ഷെ ഇത് സ്പേസ് കുറവാണ്. പക്ഷേ S1 X നല്ല സ്പേസ് ഉണ്ട്. പിന്നെ ഈ 2 സ്പീക്കർ ഇല്ലെന്നൊക്കെ വിചാരിക്കും. ഒരു സ്പീക്കറേ ഉള്ളൂ. അപ്പോൾ ഈ മാറ്റിക്ക് രണ്ടാമത് വാങ്ങിച്ചിട്ടതാണ്. അത് S1 എയറിന്റെ മാറ്റ് ഹംദാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ എൻ്റെ ഇത് ചാർജിങ് ഡോക്ക്, ഇതൊക്കെ നമ്മളല്ലാതെ വാങ്ങിച്ചത്. പിന്നെ ഇതിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇങ്ങനെ കട്ടറിൽ കയറുമ്പോൾ താനേ തുറന്നു വരും. അപ്പം അത് ശരിയായി. ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ നല്ല വശങ്ങൾ. നല്ല റേഞ്ച് കിട്ടും, ഓടിയാ കിട്ടും. പിന്നെ അടിക്കുക ബൂട്ട് സ്പേസ്, ഫ്രണ്ടിലെ സ്പേസ്, മൊബൈൽ ഹോൾഡർ, പിന്നെ ലൈറ്റ്, ലുക്ക്, ബ്ലൂടൂത്ത്, ഇതൊക്കെയാണ് ഇതിന്റെ നല്ല വശങ്ങൾ. ഇനി നമുക്ക് ദൂഷ്യവശങ്ങളിലേക്ക് കടക്കാം. ഫസ്റ്റ് ഇഷ്യൂ, ഇതിന്റെ മാപ്പ്. ഇത് നമ്മൾ അതായത്
ഷോറൂമിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് വീട്ടിൽ കൊണ്ട് വന്നപ്പോഴേക്കും തന്നെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി, മാപ്പൊക്കെ ഇട്ട് നോക്കി. ഇവിടെ കൊണ്ട് എത്തിയപ്പോഴേക്കും തന്നെ ഇത് സ്ക്രീൻ മൊത്തത്തിൽ ബ്ലാക്കായി, ഫുള്ള് ബ്ലാക്കായി. അതായത് മീറ്ററിൻ്റെ ഇതും മറ്റേ ബ്ലൂടൂത്തിൻ്റെ അടിഭാഗം മാത്രം കാണാം, മാപ്പ് മൊത്തത്തിൽ ബ്ലാക്കായി. അത് മാപ്പ് ഒന്നും കാണാൻ പറ്റില്ല, നമ്മൾ ഈ ഡിസ്പ്ലേ പോയ ഫോണുകളെ കണക്കാവും. പക്ഷേ ബാക്കി സ്ക്രീനിലോട്ട് നോക്കുമ്പോഴേക്കും ബാക്കിയെല്ലാം വർക്ക് ആവണം, പക്ഷേ മാപ്പ് മാത്രം അങ്ങനെ തന്നെ. ഇത് ആദ്യത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കഴിഞ്ഞപ്പോൾ മാറുമെന്ന് വിചാരിച്ച് ഗ്ലിച്ചാണെന്ന് വിളിച്ചപ്പോൾ പറഞ്ഞ് 2 അപ്ഡേറ്റ് കഴിഞ്ഞിട്ടും ഇത് ഇതുവരെ മാറിയില്ല. ഒരു കല്യാണത്തിന് കൊണ്ടുപോയപ്പോഴേക്കും നടു റോട്ടിൽ എത്തി വഴി അറിഞ്ഞുകൂടാ, ഞാൻ അവിടെ എങ്ങനെ നിൽക്കണം, ഇത് ബ്ലാക്ക് ആയിരുന്നു. പിന്നെ റീസ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും പിന്നെ ശരിയായി. പിന്നെ ഞാൻ മാപ്പ് ഇട്ട് നോക്കാൻ പോയില്ല, ഫോൺ നോക്കി തന്നെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകണം. അപ്പം ഇതിൻ്റെ മാപ്പ് ഇനി ഈ സ്കൂട്ടറിനുള്ളതാണെന്ന് അറിഞ്ഞുകൂടാ, ഇതിൻ്റെ മാപ്പ് ഒരു പ്രശ്നമാണ്. സെക്കൻഡ് ഇഷ്യൂ, വണ്ടി വെറുതെ അങ്ങ് നിൽക്കുക. ബാലരാമപുരത്തെ തിരക്കറിയല്ല, ആ തിരക്കിൽ എൻ്റെ ഉമ്മായേം വെച്ച് രണ്ടുപേരും കൂടെ വണ്ടി നടു റോട്ടിൽ ബ്രേക്ക് പിടിച്ച് ബ്രേക്ക് ഹോൾഡായി നിൽക്കണം. അതായത് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ പറയും നിങ്ങളുടെ ബ്രേക്ക് പിടിച്ചിരിക്കണം, ബ്രേക്ക് പിടിച്ചിട്ടുണ്ടാന്ന് നോക്കുമ്പോൾ ബ്രേക്ക് പിടിച്ചിട്ടുമില്ല. അങ്ങനെ അങ്ങ് നിന്ന് പിന്നെ ഞാൻ ഉന്തി തള്ളിയാണ് സൈഡിൽ കൊണ്ടുവച്ച് നിർത്തിയിട്ട് പിന്നെ റീസെറ്റ് അടിച്ചിട്ടാണ് പിന്നെ വണ്ടി എടുത്തുകൊണ്ട് പോയത്. അതൊരു 4-5 വട്ടം വന്നിട്ടുണ്ട്. ഇപ്പം ഇടയ്ക്ക് അങ്ങനെ വരാറില്ല. ആദ്യത്തെ പ്രാവശ്യമൊക്കെ വന്നപ്പോൾ ഹംദ എന്നെ വിളിച്ച് ചോദിക്കാൻ നിൽക്കുക എന്ത് ചെയ്യണം. അപ്പൊ ഞാൻ കൈമലത്തി, അത് കാണാൻ പറ്റിയില്ല. പിന്നെ എന്നെ വിളിക്കാതെ അവൻ ഞാൻ തന്നെ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തുടങ്ങി. കാരണം ആർക്കും അറിഞ്ഞൂടെ അത് എന്തിനു ചെയ്യണമെന്നൊന്നും. റീസെറ്റ് മാത്രമേ നമ്മളതിൽ ആകെ ഉള്ള ഒരു ഓപ്ഷൻ ഉള്ളൂ. അതിൽ നടന്നില്ലെങ്കിൽ വണ്ടി അവിടെ വെച്ചിട്ട് ബസ്സിൽ കയറി വരാനേ പറ്റൂ. ഓക്കെ. തേർഡ് ഇഷ്യൂ, വണ്ടിയിൽ നിന്ന് എവിടെ നിന്നോ വരുന്ന ശബ്ദം. വണ്ടി ഇപ്പം ഈ വീഡിയോ എടുക്കണതിന് തൊട്ട് മുമ്പ് ഞാൻ ചാർജ് ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് വൈകുന്നേരം ഒരു സ്ഥലത്ത് പോകാനുള്ളതുകൊണ്ട് ചാർജ് ഇട്ടിട്ട് ഇപ്പം എടുത്തുകൊണ്ട് വരാൻ സമയത്ത് ആക്സിലേറ്റർ കൊടുക്കും. ഇവിടെ നിന്നാണോ അതോ പിറകിൽ നിന്നാണോ ഒരു ഈ എന്തിനാണ് ഈ പട്ടി ഓരിയിടുന്ന ഒരു ശബ്ദം ഉണ്ടല്ലോ, എന്നൊരു ശബ്ദം കൂട്ടിയപ്പോഴും എൻ്റെ വാപ്പ അവിടെ നിന്ന് ഒരു ഏത് ഊളണ്ട കാട്ടിൽ നിന്ന് ഇറങ്ങി വന്നേന്ന്. അവസാനം ഇപ്പം റീസെറ്റ് ചെയ്തിട്ടാണ് വീണ്ടും ഞാൻ എടുത്തുകൊണ്ട് വന്നത്. അതൊരു പ്രശ്നമാണ്, അതൊരു വലിയ പ്രശ്നമാണ്. ഫോർത്ത് ഇഷ്യൂ, ചെറിയൊരു കുഴിയിൽ ഇറങ്ങിയിരുന്നാലും. അഞ്ചാമത്തെ ഇഷ്യൂ, ഇതിൻ്റെ സ്റ്റാൻഡ്. ഹംദാനും അവൻ്റെ ഉമ്മായും കൂടെ കുഞ്ഞുമ്മായും കൂടെ വിതുര ബൈക്കിൽ നിന്ന് പോവുകയായിരുന്നു. അപ്പോൾ ഇവനാണ് ഓട്ടിച്ചത്, 2 ഹെൽമെറ്റൊക്കെ ഉണ്ടായിരുന്നു. പോയിക്കൊണ്ടിരുന്നപ്പം കുഞ്ഞുമ്മ പെട്ടെന്നൊരു യാദൃശ്ചികമായ ഒരു ഊഞ്ഞാൽ കണ്ട്, വലിയൊരു ഊഞ്ഞാൽ. അപ്പോൾ ഹംദാനെ വിളിച്ച് കാണിച്ച്, ഹംദാൻ എവിടെ ഉമ്മാൻ തിരിഞ്ഞ് നോക്കി, 2 കൂടി ഒരു വളവിൽ വന്ന് വീണു. അപ്പോൾ പ്രശ്നം എന്ന് പറയുന്നത് വീണപ്പം ഇതിൻ്റെ ഈ ലിവർ അല്ലേടാ, ബ്രേക്ക് ലിവർ പൊട്ടിപ്പോയി. പൊട്ടിയില്ല, ഫസ്റ്റ് എന്റെ കൈ ഇടിച്ചാണ് വീണില്ല, ഫുള്ള് വീണില്ല. വണ്ടിക്ക് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ആദ്യത്തെ നമ്മൾ വീണപ്പോ ഒരു പ്രശ്നം, കാരണം ബ്രേക്ക് പിടിച്ച് വണ്ടി നിന്നിട്ട് വെയിറ്റ് താങ്ങാടേയും ചരിഞ്ഞ് വീണതേ ഉള്ളൂ, അല്ലാതെ ഒരഞ്ഞ് സ്കിഡായി പോയൊന്നുമില്ല. അങ്ങനെ ഹംദ രണ്ടാമത് വണ്ടി പൊക്കിയിട്ട് വീണ്ടും സ്റ്റാൻഡ് ഇട്ടിട്ട് വെച്ചപ്പം സ്റ്റാൻഡ് കൊണ്ടങ്ങ് നിരങ്ങി, ഇങ്ങനെ അങ്ങ് വീണ് അതങ്ങ് നിരങ്ങി. ഇത് അങ്ങനെ വീണ്ടും വന്ന് ഇവിടെ ഒരു ഒരയിലും വീണു. കാരണം സ്റ്റാൻഡ് നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് വെക്കുമ്പം ഒരു ഫ്രണ്ടിലോട്ട് ഒരു ആയക്കോണം. ഇപ്പം എവിടെ തേരിയിലാണെങ്കിലും കുഴപ്പമില്ലല്ലേ, പ്ലെയിൻ റോഡാണെങ്കിലും കൊണ്ട് വെക്കുമ്പോഴാണെങ്കിലും ഈ ഒരു മീൻസ് കുറഞ്ഞ് തള്ളിയ ചെറുതായ ഫ്രോട്ട് അങ്ങ് മറിഞ്ഞു വീഴക്കാം. അപ്പോൾ സ്റ്റാൻഡ് വലിയൊരു പ്രശ്നമാണ്. അടുത്ത ഇഷ്യൂ വണ്ടിയുടെ ഡിക്കിയാണ്. ഹംദാൻ എവിടെയോ പോകാൻ വേണ്ടി, കോളേജിൽ എന്തോ ഡോക്യുമെൻറ്റ്സ് കൊടുക്കാൻ വേണ്ടി, സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടി റെയിൻകോട്ടൊക്കെ മഴയായതുകൊണ്ട് റെയിൻകോട്ട് എടുത്ത് അതെല്ലാം കൂടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൂടെ എടുത്ത് ഡിക്കിയിൽ കയറ്റി അവ യാത്ര തിരിച്ച് കോളേജ് എത്തിയപ്പോൾ ഡിക്കി തുറക്കാൻ നോക്കണം, ഡിക്കി തുറക്കാൻ പറ്റുന്നില്ല. റീസെറ്റ് അടിച്ച് നോക്കി, തുറക്കാൻ പറ്റുന്നില്ല. സർവീസ് സെൻ്ററിൽ വിളിച്ച് നോക്കി, അവർ ഫോൺ എടുക്കുന്നില്ല. അവസാനം ഹംദാൻ വീട്ടിൽ തിരിച്ചു വന്നിട്ട് ചാർജ് കേട്ട് വേറെ എന്തൊക്കെ വെച്ച് കാണിച്ച് ആദ്യത്തെ ദൈവത്തിനെയൊക്കെ വിളിച്ചപ്പം എങ്ങനെയോ വണ്ടി തുറന്നു. അപ്പോൾ അതാണ് അടുത്ത ഇഷ്യൂ. പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം പിന്നെ ഡിക്കിക്ക് വേറെ കുഴപ്പമില്ല. അതിനുശേഷം പിന്നെ ഡിക്കിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, കാരണം തരാനുള്ള പണി തന്നു കഴിഞ്ഞല്ലോ. പിന്നെ ഹംദാൻ ലോക്ക് ചെയ്യൂല, ഇങ്ങനെ അതിനുശേഷം ആ ഒരു പ്രശ്നം വന്നിട്ടില്ല. പിന്നെ ഈ ചിലവർ പറയുന്നുണ്ട് നമ്മൾ ഇപ്പം 168 കിലോമീറ്ററാണ് എക്കോയിൽ കാണിക്കുന്നുണ്ടെങ്കിൽ, മീൻസ് ഇപ്പം നോർമലിട്ട് പോകണമെങ്കിലും അവർക്ക് ആ റേഞ്ച് കിട്ടുന്നില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹംദാൻ ഇതിനെപ്പറ്റി ഇങ്ങനെ അവനൊരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട്, ഇങ്ങനെ മീൻസ് കംപ്ലൈൻസ് ഇങ്ങനെ എല്ലാവർക്കും കുറേ വണ്ടികളുണ്ട്. അപ്പോൾ അവർ എല്ലാം കൂടെ കംപ്ലൈൻറ്റ്സ് ഉള്ള വണ്ടിയെല്ലാം കൂടെ ചേർത്ത് വെച്ച് അവരെല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് തുടങ്ങി. അപ്പോഴും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യാൻ വേണ്ടി, പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് പരിഹരിക്കാൻ വേണ്ടി തുടങ്ങിയതാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ റേഞ്ച് കൂടാൻ വേണ്ടി, മീൻസ് നല്ല റേഞ്ച് കിട്ടാൻ വേണ്ടി ഒരു പരിപാടി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ സ്പോർട്സ്, അതായത് ഏറ്റവും ഹൈ മോഡിൽ ഇട്ടിട്ട് കുറഞ്ഞ സ്പീഡിൽ ഓട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോട്ടറിന് അത്രയും പവറും കുറവായിരിക്കും, ബാറ്ററിക്ക് അത്രയും പവർ ചാർജ് ഇറങ്ങുന്നത് കുറവായിരിക്കും. അപ്പം നമുക്ക് അത്യാവശ്യം
റേഞ്ച് കൂടുതൽ കിട്ടുകയും ചെയ്യും. ചിലപ്പോൾ ഈ 165 എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഇവിടെ നിന്ന് മേളിൽ കയറുമ്പോഴേക്കും 163 ആവും. ഞാൻ എടുത്തോണ്ട് നോർമൽ ഇട്ട് പോകുമ്പോൾ ചില സമയങ്ങളിൽ അങ്ങനെ വരാറുണ്ട്. ഇപ്പം ഞാൻ 165 ഫുൾ ചാർജ് ആക്കി വെച്ചിരുന്നു. ഇപ്പം എടുത്തോണ്ട് അവിടെ നിന്ന് എൻ്റെ വീട് കഴിഞ്ഞപ്പോഴേക്കും 164 ആയി. അങ്ങനെയൊക്കെ ഡ്രെയിൻ ആവാറുണ്ട്, ബാറ്ററി ഡ്രെയിൻ ആവാറുണ്ട്. അപ്പം 1-2 കിലോമീറ്റർ കുറഞ്ഞൊക്കെ കിട്ടും. ഹൈപ്പർ ഇട്ട് ഓട്ടിച്ച് കഴിയുമ്പോഴേക്കും എൻ്റെ ഇത് ഞാൻ ഒരു ദിവസം ബാലരാമപുരത്ത് അങ്ങോട്ട് ഫുൾ അതായത് സ്റ്റാർട്ടിംഗ് അല്ല ആദ്യം നോർമൽ ഇട്ട് പോയി കലർ എത്തിയപ്പോ വണ്ടി നിന്നു. അപ്പൊ അടുത്ത ദിവസം ഇതേപോലെ കറക്റ്റ് എനിക്ക് ഒന്ന് 76 സംതിങ് എങ്ങാണ്ടായിരുന്നു ഇവിടെ വന്നപ്പോഴേക്കും. അത്രയും കിലോമീറ്റർ ബാക്കി ഉണ്ടായിരുന്നു. നോർമൽ 76 കിലോമീറ്റർ ബാക്കി ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു അത് കുറച്ചും കൂടെ കറക്റ്റ് ആണെന്നാണ് എന്റെ റേഞ്ചും കുറച്ചുകൂടെ കിട്ടും. പക്ഷേ ഹൈപ്പർ ഇട്ട് ഓടിക്കുമ്പോഴും കൂടിയ മോഡിട്ട് ഓടിക്കുമ്പോൾ എപ്പോഴും 45 50 കയറരുത്. 45 50ന്റെ അകത്ത് നിൽക്കാനാണ് ആ റേഞ്ചിൽ പോയാൽ നല്ല മീൻസ് റേഞ്ച് കിട്ടുമെന്നാണ് പറയണത്. പക്ഷെ ഇതിന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്പോർട്സും ഹൈപ്പർ ഇട്ട് ഓട്ടിക്കരുതെന്നാണ് ഒലേ കമ്പനിക്കാർ പറയുന്നത്. പിന്നെ എന്തിനാണ് അവർ സ്പോർട്സും ഹൈപ്പറും തന്നേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഹംദാന്റെ ഒലെ S1 Pro Gen 3 4 കിലോവാട്ടിന്റെ വണ്ടി. ഇതാണ് നമ്മുടെ കൂട്ടുകാരൻ ചിന്തുവിന്റെ ഒലെ S1 X Gen 3 4 കിലോവാട്ടിന്റെ വണ്ടി. അപ്പോൾ ചിന്തു ആണ് ക്യാമറ എടുക്കുന്നത്. നമ്മുടെ വണ്ടികളിൽ സാധാരണ എല്ലാ ഇലക്ട്രിക് സ്കൂട്ടറിലും സോഫ്റ്റ്വെയർ ആണ് അപ്ഡേറ്റ് വരുന്നത്. പക്ഷേ ചിന്തുവിൻ്റെ വണ്ടിയിൽ ഇന്നലെ ഒരു കംപ്ലൈൻറ്റ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അത് പറഞ്ഞുതരാം. അത് പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. മിനിങ്ങാന്ന് ഒരു അത്യാവശ്യമായിട്ടൊരു സ്ഥലത്ത് പോകാൻ വേണ്ടി രാത്രി വണ്ടി എടുത്തപ്പം എക്കോ മോഡ് മാത്രമേ വർക്കാവുന്നുള്ളൂ. വേറെ ഒരു മോഡ് വർക്കാവുന്നില്ല. നമ്മളത് റീസെറ്റ് ചെയ്ത് നോക്കി, മറ്റേ പ്ലഗ് ഊരി നോക്കി, യൂട്യൂബ് നോക്കി, അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് നോക്കി. സർവീസ് സെൻ്ററിൽ വിളിക്കുന്നു, അവരാരും റെസ്പോൺസ് ഇല്ല. ഓക്കെ, കളഞ്ഞപ്പോഴേക്കും കളഞ്ഞ്. അപ്പോൾ വീണ്ടും യൂട്യൂബ് നോക്കി, നമ്മളാണെങ്കിൽ ബാറ്ററി ചാർജ് ചെയ്ത് നോക്കി, ഒന്നും നടക്കുന്നില്ല. അങ്ങനെ അവസാനം എങ്ങനെയോ സർവീസ് സെൻ്ററെ വിളിച്ച് നമ്മൾ കോൺടാക്ട് ചെയ്യും. അവർ പറയുന്ന ഡോക്യുമെൻറ്റേഷൻ എന്തോ ഭാഗമായി വണ്ടി ഇപ്പോൾ ലോക്കായിരിക്കുകയാണ്, എക്കോ മാത്രമേ വർക്കാവുള്ളൂ. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ് ഒന്നും നമുക്കൊന്നും തന്നിട്ടില്ലായിരുന്നു. ഇതുപോലെ ഇങ്ങനെ വരും, പ്രശ്നം വരും, ഇമെയിലോ ഒന്നും ഒരു മെസ്സേജും സർവീസ് സെൻ്റർ ഒലയെന്നും സർവീസ് സെൻ്ററിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല അങ്ങനെ ഒരു സംഭവം വരുമെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ 2 ദിവസമായിട്ട് വണ്ടി ഇപ്പം എക്കോയിലാണ് ഓടണത്. ഇറക്കത്തിൽ നല്ലപോലെ പോവും, കയറ്റത്തിൽ എക്കോയിൽ തള്ളിക്കയറ്റണം. അപ്പോൾ അതാണ് പറയാനുള്ളത്. ഇന്നത്തെ വീഡിയോ ഇവിടെ തീരാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോസിൻ്റെ കഴിഞ്ഞ വീഡിയോ നമ്മൾ ഇട്ടപ്പം മീൻസ് S1 Xൻ്റെ റിവ്യൂ ഇട്ടപ്പോഴേക്കും കമൻറ്റ് സെക്ഷനിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഈ കംപ്ലയിൻറ്റ്സ് അറിഞ്ഞിട്ട് എന്തിനാണ് പിന്നെ വണ്ടി എടുത്തതെന്ന്. ഉള്ള കാര്യം പറയാമല്ലോ, നമ്മൾ ഒന്നാമത് പെട്രോൾ ലാഭിക്കാൻ വേണ്ടിയാണ് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ നോക്കിയത്. അപ്പോൾ നോക്കിയപ്പോൾ ഒലയും ഇപ്പോൾ ഉള്ളത് ഒലേ ഈതർ ചേതക്ക് 3 ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ നമ്മളെ റേഞ്ച് കൂടുതൽ കിട്ടാൻ വേണ്ടി മീൻസ് ഒലേ പ്രിഫർ ചെയ്തു. പിന്നെ അല്ലാത്തത് എന്തുവാണ്, നമ്മുടെ ഒരു ചേട്ടൻ്റെ Gen 1 ഉണ്ടായിരുന്നു ഈ ഒലേ S1 Pro. അപ്പോഴത് നല്ല വണ്ടിയായിരുന്നു, അവർക്ക് വേറെ കുഴപ്പമില്ല. 50,000 കിലോമീറ്റർ കഴിഞ്ഞ് പിന്നെ ബാറ്ററിയിൽ ഒരു ഇഷ്യൂ വന്നപ്പോൾ മാറ്റി വാറണ്ടി ക്ലെയിം ചെയ്ത് അത് ഓക്കെ ആയി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എടുത്തത് വണ്ടി. ഇപ്പോൾ കൂടിയ തന്നെ ഹംദാൻ എടുത്തു, അതുപോലെ തന്നെ കൂട്ടുകാരനും അതേപോലെ ഒരെണ്ണം എടുത്തു. അതുകൊണ്ടാണ് നമ്മൾ വണ്ടി എടുത്തത്. അല്ലാതെ മീൻസ് ഇത് ഇതിൻ്റെ റിവ്യൂ ഇട്ട് എടുത്ത വണ്ടി കംപ്ലയിൻസ് ഉള്ള വണ്ടി എടുത്തിട്ട് റിവ്യൂ ഇട്ട് പൈസ ഉണ്ടാക്കാൻ അങ്ങനെയൊന്നുമില്ല. അതിൻ്റെ ആവശ്യം 1 ലക്ഷം എന്ത് കഴിഞ്ഞ് എത്ര പൈസ ഉള്ളവരാണെങ്കിൽ വെറുതെ പൈസ നമ്മൾ കളയൂല, വെറുതെ ഒരു എടുത്ത് കളയൂല. അപ്പോൾ പെട്രോൾ ലാഭം, നമുക്ക് പെട്രോൾ ലാഭിക്കാം, ഉറപ്പായിട്ട് ലാഭിക്കാം. 8,500 ആണ് എൻ്റെ കറക്റ്റ് പെട്രോൾ ലാഭമായത് കാണിച്ചത്. നമുക്ക് ഒരു മാസം ഒരു 1,100 ഇത് വരണമെങ്കിൽ കറണ്ട് ബില്ല് വരണമെങ്കിൽ ഇതും കൂടെ ചേർക്കും ഒരു 1,700 2,000 ഒക്കെ വരുള്ളൂ. കൂടിപ്പോയി 2,000 രൂപ 700 രൂപയ്ക്ക് കൂടുതൽ വരുള്ളൂ. അവിടെ ഭയങ്കര ലാഭമാണ് നമുക്ക് വണ്ടി. അപ്പോൾ ഇത് കംപ്ലയിൻസ് വരുന്നത് കുഴപ്പമില്ല. കംപ്ലയിൻസ് വന്നിട്ട് നമുക്ക് വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോവേ എന്ത് വേണം ചെയ്യാം. പക്ഷേ കംപ്ലയിൻറ്റ് കൊണ്ടുപോയിട്ട് സർവീസ് സെൻ്ററിൽ കൊണ്ടിടുമ്പം അവിടെ ഒന്നും ഒരു ഇതുമില്ല, അവർക്കും കറക്റ്റ് കാര്യങ്ങൾ അറിയില്ല. അത് വരുമ്പോഴാണ് ഒരു പ്രശ്നം വരുന്നത്. നമ്മുടെ ടെറൈന് ഉള്ള വണ്ടിയല്ല ഇത് സംഭവം. നമ്മളത് കുറച്ച് ഗ്രാമപ്രദേശം ഇങ്ങനെയൊക്കെ ഇറങ്ങി അങ്ങനെ കുണ്ടും കുഴി അതിനുള്ള ഈ ഏരിയയ്ക്ക് പറ്റിയ വണ്ടിയേ അല്ല ഇത്. ഇത് നല്ല സ്മൂത്ത് റോഡ്, എപ്പോഴും നല്ല റോഡ്, കട്ടറും ഒന്നുമില്ലാത്ത റോഡ്, തിരക്കൊന്നുമില്ല, അതിനൊക്കെ പറ്റിയ വണ്ടിയാണ്. നമ്മളിവിടെ പറ്റിയ വണ്ടിയേ അല്ല. കട്ടറിലേക്ക് ഇറങ്ങുമ്പോൾ നല്ല കുലുക്കമുണ്ട്. ഇപ്പം നേരത്തെ കഴിഞ്ഞ വഴി പറഞ്ഞിട്ടുണ്ട്, ചിന്തുവിൻ്റെ വണ്ടിയിൽ മീൻസ് ഫ്രണ്ട് ഇളവി ഒന്ന് ഉണ്ടായിരുന്നു, ഇളവി വീട് എന്തൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് പറയാനുള്ളത്. ഒല എടുക്കുന്നവർ എടുക്കട്ടെ. ആശംസകൾ നേരുന്നു. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.